ഹായ്, അപ്പൊ നമ്മളുള്ള ചോരാണ്. അപ്പൊ ഇവിടെ കുറച്ച് നല്ല ഫർണിച്ചേഴ്സ്, നല്ല വിലക്കുറവിനും കാര്യങ്ങൾക്കെല്ലാം ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം നല്ലൊരു സെയിൽ നടക്കുന്ന ഷോപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മള് ഈ കാണുന്ന സോഫ, ഇവിടെ ഫാമിലി കോട്ട് കട്ടിൽസ്, ഡൈനിങ് ടേബിൾസ്, ബെഡ്, ചെയേഴ്സ്, നല്ല മോഡൽസ്, ടീപ്പോ, ഇവിടെ അകത്തൊക്കെ നമ്മൾ ഹിന്ദുസിനൊക്കെ വെക്കാൻ പറ്റിയ നല്ല അമ്പലം കാര്യങ്ങളെല്ലാം നമുക്ക് കൂടെ ഉണ്ട്. ചാരി കസേര എല്ലാം തന്നെ നമുക്ക് കൂടെ ഉണ്ട്. അപ്പൊ നമ്മള് അതിന്റെ ഒക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മളിവിടെ മുമ്പ് വന്നിട്ടുണ്ട്. അപ്പൊ ആ പുള്ളിയാണ്, ശ്രീകുമാറേട്ടനാണ് നമുക്കിവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനുള്ളത്. അപ്പൊ നമുക്ക് ഈ ഫർണിച്ചേഴ്സിന്റെ എല്ലാത്തിന്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ നോക്കാം. അതിന് മുന്നേ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഹലോ, നമസ്കാരം. നമുക്ക് വീഡിയോയില് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് ശ്രീകുമാറേട്ടനാണ്. നമുക്ക് നേരെ ഫർണിച്ചറിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് നോക്കാം. ഒരു വീഡിയോ കിട്ടും. ഓക്കെ. ഇത് ദിവാൻ ടൈപ്പ് സോഫ. ഇത് 2 പില്ലോ വരും ഇതിന്. എൻഡില് പില്ലോ, ഇതില് പിന്നെ ചാരി ഇരിക്കാൻ ഇതില് മരം കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ടാണ് പില്ലോസ് ടൈപ്പ് ചെയ്യുന്നത്. ഇതില് കുഷ്യൻ ഫുൾ കവർ ചെയ്താൽ ഈ മരം കാണുന്ന ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോ ഇത് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ദിവാൻ സെറ്റി സോഫ, ദിവാൻ ടൈപ്പ്. ഇത് തേക്കിലാണ് വരുന്നത്. ഇത് നാടൻ തേക്കാണ്. ഇത് നമുക്ക് ഒരു 27,500 നമ്മളിവിടെ പ്രൈസ്. അത് തേക്കില് അത്യാവശ്യം നല്ല ക്വാളിറ്റി, 5 ഇഞ്ച് കനം, കുഷ്യൻ, 32 ഡെൻസിറ്റി ഫോമാണ്. ക്ലോത്ത് ഒക്കെ ഒരു 250-300 രൂപ ബഡ്ജറ്റിൽ വരുന്ന ക്ലോത്ത്. ഈ ഒരു ക്വാളിറ്റിയാണിത്. ഇതിപ്പോ 27,500 എന്നുള്ളത് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് മാക്സിമം എങ്ങനെയാ വെച്ചാൽ ഡിസ്കൗണ്ട് ചെയ്യാം. ഇവിടുത്തെ കടയിലത്തെ പ്രൈസ് അതാണ്. ഈ സോഫ ഇതേപോലെ തന്നെ വുഡ് കാണുന്ന ഒരു ടൈപ്പാണ്. ഇത് നമുക്കൊരു ഇവിടുത്തെ പ്രൈസ് 28 മാക്സിമം ഡിസ്കൗണ്ടിലൊക്കെ ചെയ്യാൻ പറ്റും. ഇനി കസ്റ്റമൈസ് ചെയ്ത് അവർക്ക് ക്ലോത്ത് മാറ്റണമെങ്കിൽ അവർ ഇന്റീരിയർ അനുസരിച്ചുള്ള ക്ലോത്ത്, ടൈലിന് മാച്ച് ചെയ്ത ക്ലോത്ത്, ഇതൊക്കെ നമുക്ക് സെറ്റ് ആക്കി കൊടുക്കാം. ഇവിടെ എല്ലാം സെറ്റ് ആക്കി കൊടുക്കാം. അളവെടുത്ത് കോർണർ സോഫ ഒക്കെ കസ്റ്റമൈസ് ആണ്. ഇത് റെഡിയിൽ വേണ്ടവർക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെഡിമെയ്ഡ് പണിതിട്ടിരിക്കണേ. ഇതിപ്പോഴത്തെ ബെഡ്റൂംസ് ഒക്കെ വലിയ ബെഡ്റൂംസ് എല്ലാവരും ചെയ്യണേ. അപ്പൊ പല ആൾക്കാരും ബെഡ്റൂമിലേക്ക് ചെയർ അങ്ങനെ ഒരു കൺസെപ്റ്റ്. അപ്പൊ അങ്ങനെ പറ്റിയൊരു റെസ്റ്റിംഗ് ചെയറാ. അതിൽ ഇരുന്നോക്കിയ നല്ല കംഫർട്ടുള്ള ചെയർ. അതില് നല്ലൊരു റെസ്റ്റ്. ഇത് തേക്കിലാണ്. ഇത് നമുക്ക് ഇവിടെ ഒരു ചെയറിന് 7,000 ഒക്കെ വരുന്നുണ്ട്. തേക്കിന്റെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. അതിന് മാച്ച് ചെയ്തിട്ട് അല്ല, ഇത് എക്സ്ട്രാ ആണ്, വേണ്ടവർക്ക് എടുക്കാം. നമ്മൾ ഇതിന് മാച്ച് ചെയ്തിട്ട് ആ ടൈപ്പിലൊരു ടീപ്പോയി പണിതിരിക്കണോ. ഇതിപ്പോ ഒരു സെറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 18 രൂപ ആ റേഞ്ച് ഒക്കെയാണ് 2 ചെയർ ഈ ടീപ്പോയി. അത് ഫുള്ള് തേക്ക് കൂട്ടിട്ടോ. ഉള്ള ചെറിയ വെള്ളകൾ ഉണ്ടാവും. അത്രയും നന്നാക്കി ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇതൊരു ട്രെൻഡ് ടീപ്പോയി, റൗണ്ട് ടീപ്പോയി, പല ഫുള്ള് ടീക്ക്. ഇതിന്റെ ടോപ്പ് കണ്ടോ, അത്രയും ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ളതാ. ഇതൊക്കെ നമുക്ക് 5,000 റേഞ്ച് ആണ് വരുന്നത്. 5,000. അത് നമുക്ക് ഫുള്ള് മരമാണ്. ഗ്ലാസിനേക്കാൾ എക്സ്പെൻസ് വരും ഫുള്ള് മരം ഇടുമ്പോ. ഇത് സാധാരണ വേറൊരു രീതിയിലാണ് ഓർക്കിഡ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു മോഡൽ. അത് നമ്മളിത് അതിന് മാറ്റി പിടിച്ചതാണ്. ഇത് ഇത്തിരി വേണ്ടി പുതിയ മോഡലാണ്. ഡിസൈന് ഒക്കെ ഉരുണ്ട അഴികള്. ഇത് നമുക്ക് തേക്കിലാണ് വരുന്നത്. ഫുള്ള് തേക്ക്, നാടൻ തേക്ക്. അടിയിലൊരു കവറിംഗ് ആണ്. അത് ഡ്രോ ഒന്നുമില്ല, കവറിംഗ് മാത്രം. ഡ്രോ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാം. മോഡലില് വേറെ ചെയ്യാം.
ഇതിപ്പോ ഈ സോഫയ്ക്ക് ഇവിടെ പ്രൈസ് വരുന്നത് നമ്മുടെ പ്രൈസ് 27,500 500 അതിൽ നിന്ന് നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. ഡെലിവറി നമുക്ക് 10 കിലോമീറ്റർ മാക്സിമം 15 കിലോമീറ്റർ ഫ്രീ ഡെലിവറി. അത് കഴിഞ്ഞിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ് നമ്മൾ കസ്റ്റമറോട് പറയാന്ന് വെച്ചാൽ ഇവിടെ അത്രയും മാർജിൻ കുറവാണ്, ചെറിയൊരു മാർജിനാണ് ബിസിനസ്. അത് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു 10-15 കിലോമീറ്റർ ഫ്രീ ഡെലിവറി. ഒക്കെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാം. ഇതിലിനി ഇത് 32 ഡെൻസിറ്റി ഹാർഡ് ഫോം ആണ്. ഇനി ഇതിൽ സോഫ്റ്റ് ഫോം ഉണ്ട് ഡ്യൂറോഫ്ലെക്സിന്റെ. അപ്പൊ ചെറിയ ചെറിയ വേരിയേഷൻസ് വരും, പ്രൈസില് ചെറിയ വേരിയേഷൻ വരും. പിന്നെ ടീപോയ് ഇതിൽ ഇൻക്ലൂഡ് അല്ല, ടീപോയ് വിത്തൗട്ട് ആണ്. 27,500. നമുക്കൊരു ആവറേജ് ഒരു 4,000 രൂപ ഒരു മീഡിയം ടീപോയ്ക്ക് പ്രൈസ് വരും. ഇത് പക്ഷേ ഇത്തിരി എക്സ്പെൻസീവ് ആണ്. ഇതില് ടൈലാണ്, ഇത് ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് ആണ്. ഇത് നമുക്ക് ഈ ടീപ്പോയ്ക്ക് നമുക്കൊരു 6,500 ഒക്കെ തേക്കിന്റെ ബേസ്. ഈ സോഫ ഇതേപോലെ തന്നെ വുഡ് കാണുന്ന ഒരു ടൈപ്പാണ്. ഇത് നമുക്കൊരു ഇവിടുത്തെ പ്രൈസ് 28 മാക്സിമം ഡിസ്കൗണ്ടിലൊക്കെ ചെയ്യാൻ പറ്റും. ഇനി കസ്റ്റമൈസ് ചെയ്ത് അവർക്ക് ക്ലോത്ത് മാറ്റണമെങ്കിൽ അവർ ഇന്റീരിയർ അനുസരിച്ചുള്ള ക്ലോത്ത്, ടൈലിന് മാച്ച് ചെയ്ത ക്ലോത്ത്, ഇതൊക്കെ നമുക്ക് സെറ്റ് ആക്കി കൊടുക്കാം. ഇവിടുന്ന് എല്ലാം സെറ്റ് ആക്കി കൊടുക്കാം അളവെടുത്ത്. കോർണർ സോഫ ഒക്കെ കസ്റ്റമൈസ് ആണ്. ഇത് റെഡിയിൽ വേണ്ടവർക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെഡിമെയ്ഡ് പണിതിട്ടിരിക്കണേ. പ്രൈസ് തന്നെയാണ് വരുന്നത്. നമുക്ക് 27,500 ആ റേഞ്ച്. തേക്കിലായതുകൊണ്ടാണ്, അത്യാവശ്യം ക്വാളിറ്റിയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്രൈസ് വരുന്നത്. ഇതിപ്പോ പല ഷോപ്പുകളിലും 15,000 രൂപയ്ക്കും 18,000 രൂപയ്ക്കൊക്കെ ഉണ്ട്. അത് 2-3 കൊല്ലത്തെ ഒരു കൺസെപ്റ്റ്. ഒരു മാക്സിമം ഒരു 5 കൊല്ലം. അത് കഴിഞ്ഞാൽ അതിന്റെ എന്തായാലും പരിപ്പ് ഇളകും. ഇത് നമുക്ക് മിനിമം ഒരു 7 ഇയർ വാറന്റിയിൽ കൊടുക്കാം. ആവറേജ് ഒരു 10-20 കൊല്ലത്തേക്ക് വാറന്റി, മെയിൻ്റെനൻസ് വാറന്റി ഫുൾ. വുഡിന് എന്ത് കംപ്ലൈന്റ് വന്നാലും നമ്മൾ ചെയ്യും. കുഷ്യന് നമ്മൾ വാറന്റി പറയില്ല, പക്ഷെ ആവറേജ് ഒരു 8-9 കൊല്ലമൊക്കെ കുഷ്യന്റെ ലൈഫ് ഉണ്ടാവും. ഇതൊക്കെ 5 ഇഞ്ച് കനാണ് ചെയ്തിരിക്കുന്നത്. 32 ഡെൻസിറ്റി ഡെൻസിറ്റി ആണ്. അത്യാവശ്യം ക്വാളിറ്റിയിൽ ചെയ്യുമ്പോ നമുക്ക് ഈ പ്രൈസ് വരുന്ന ലൈഫും വ്യത്യാസം ഉണ്ടായിരിക്കും. നമുക്ക് പ്രൈസ് കുറയ്ക്കണമെങ്കിൽ തനി ലോക്കൽ തേക്കെടുത്ത് തീരെ തനി വെള്ളയാക്കണം. 80% കാതലുണ്ടാവും ഇതില്. ആ ഒരു ക്വാളിറ്റിയാണ്, തീരെ ലോക്കൽ അല്ല. നമ്മളെ ഇവിടെ നമ്മുടെ വീടും കടയൊക്കെ ഒരുമിച്ചാണ്. നമുക്ക് അങ്ങനെ തനി ലോക്കൽ കൊടുത്ത് നാളെ ഒരു കസ്റ്റമർ ഈ ബിസിനസ് എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ അടുത്ത ആളോട് പറഞ്ഞു കുഴപ്പമില്ല അങ്ങനെയാണ്. ആ ഒരു പില്ലോ ഇതിൽ വേണമെങ്കിൽ ചെയ്യില്ല. ഇതിന് ചാരുള്ളതുകൊണ്ട് പില്ലോന്റെ ആവശ്യമില്ല. നമുക്ക് ആ സോഫയിലൊക്കെ ചാര് വരുന്നില്ല, അതുകൊണ്ടാണ് അതിൽ പില്ലോ വരുന്നത്. അതിൽ മരം കാണുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ഒരു ടീപ്പോയി വിത്ത് 4 സ്റ്റൂള്, അത് ഇങ്ങനെ എടുക്കാം. അതില് ഒതുങ്ങിക്ക് എടുക്കും. അതില് നമുക്ക് ഫാമിലിക്കായിട്ടൊന്ന് വർത്താനം പറഞ്ഞിരിക്കുക. അങ്ങനെ ഇപ്പൊ കുറെ ആൾക്കാർ അത് ചോദിച്ചു വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു മോഡൽ ചെയ്തിട്ടതാ. നല്ല ക്വാളിറ്റിയില് തേക്കില് ചെയ്തിട്ടുള്ളതാണ്. ഇത് നമുക്കൊരു സെറ്റ് മൊത്തം 13,500 വരും. 4 ഇതും ടീപ്പോയി അടക്കാം തേക്കില്. 13,500 ഫൈനൽ റേറ്റില് നമുക്ക് കൊടുക്കാം. നമ്മൾ 15 ഒക്കെ ഇവിടുത്തെ പ്രൈസ് വരും. നമുക്ക് മാക്സിമം 13,500 വരെ. തേക്കിന്റെ ആണ് നല്ല ക്വാളിറ്റി, തട്ടിക്കൂട്ട് സാധനമല്ല. പിന്നെ ഇത് ചെയറ് അവിടെ നേരത്തെ ചെയ്ത പോലത്തെ ഒരു ഇത്തിരി വേണ്ടി വലിയൊരു ചെയറ്, ഇപ്പോഴത്തെ ട്രെൻഡി ചെയറാണ്. ഇതൊക്കെ നമുക്ക് 8,000 ഒരു ചെയറിന് വരും. 1 പീസ്. അതെന്നുവെച്ചാ അതിന്റെ കുഷൻ ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ളതാ. പിന്നെ നമുക്ക് സോഫയിൽ കട്ട് ചെയ്യണ്ട. ഇവിടെ കടയിലെ പ്രൈസ് എന്ന് പറയുന്നത് 33 നമുക്കൊരു ഫൈനൽ പ്രൈസ് എന്ന് പറയുന്നത് ഒരു 30,000. അതെന്ന് വെച്ചാൽ അത്രയും സൂപ്പർ ക്വാളിറ്റി കുഷ്യനാണ്. അല്ല, ഇത് ക്ലോത്ത് തന്നെ ഒരു മീറ്ററിന് 500 രൂപയ്ക്ക് വിലയുള്ള ക്ലോത്ത് ആണ്. നല്ല രീതിയിൽ അല്ല, ഇതൊക്കെ ഒരു ആവറേജ് ഒരു 10-12 വർഷമൊക്കെ ഇതിന് ലൈഫ് കിട്ടും. തീരെ അങ്ങനെ ലോക്കൽ ഫോം അല്ല, ബ്രാൻഡഡ് ഫോം ഇട്ട് ചെയ്തിട്ടുള്ളതാണ്. ഡ്യൂറോഫ്ലെക്സിന്റെ സോഫ്റ്റി ഫോം ഒക്കെ ഇട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു ഫ്രെയിം വർക്കാണ്, അതുകൊണ്ടാണ് എക്സ്പെൻസ് ഇത്തിരി കൂടുന്നത്. പിന്നെ ഇത് അത്രയും കണ്ടോ, 4 ഇഞ്ച് ഇതിന്റെ കനങ്ങളും, അത്രയും പുതിയൊരു ഡിസൈൻ ആണ്. 5 സീറ്റർ ഈ ഒരു സോഫയ്ക്ക്. ഇതാണെങ്കിൽ നമുക്ക് 30 നമുക്ക് ഫൈനൽ റേറ്റ് വരിക. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോ നമുക്ക് എന്തെങ്കിലും അതിൽ ചെയ്യാം.
ഉടനെ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഈ ഒരു കട്ടി ഇതിന് വരണേ, ഇതിന് നമുക്ക് കുഷ്യനിലെ എക്സ്പെൻസ് കയറി, അതുകൊണ്ടാണ് ഇതിന് കുഷ്യൻ അത്ര എക്സ്പെൻസ് വരുന്നില്ല. സോഫ്റ്റ് ആണ്. ഇതപ്പോ നമുക്കൊരു 26 ആ റേഞ്ചിലൊക്കെയാണ് ഈ സോഫ വരുന്നത്. എല്ലാം വിത്തൗട്ട് ആണ്, നമ്മൾ വിത്ത് പറയണില്ല. ഇതൊരു ഹോൾസെയിൽ മാർക്കറ്റ് പോലെയാണ് നമ്മൾ പറയണത്. നമ്മളിവിടെ അത്രയും ചെറിയൊരു മാർജിനിലാണ്, അത്യാവശ്യം ക്വാളിറ്റിയില്. ഈ ഒരു സോഫയിലേക്ക് വരുമ്പോ ഇതൊക്കെ ഒരു 27 ആ റേഞ്ചൊക്കെയാണ് ഇതിന് വരുന്നത്. ഇതില് ഇത്തിരി പുതിയ ഡിസൈനാണിത്. 5 പൈസ എന്ന് പറയും ഈ സെറ്റിയുടെ. 5 പൈസയുടെ ആ ഒരു ഇതിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. തേക്കിൽ തന്നെയാണ് വരുന്നത്. ഇതെല്ലാം ആ ഒരു 27 മാക്സിമം ചെറിയ രീതിയിലൊക്കെ ഡിസ്കൗണ്ട് ആയിട്ട് കസ്റ്റമർ വരുമ്പോ ചെയ്യാം. എല്ലാം 32. ഇത് ഇത്തിരി ഹാർഡാണ്. 32 ഡെൻസിറ്റി. പലർക്കും പല ചിലവർക്ക് നല്ല ഹാർഡ് വേണം ലൈഫ്, ചിലവർക്ക് സോഫ്റ്റ് വേണം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ 2 ഇതിലും ചെയ്തിടണു, അത്രേ ഉള്ളൂ. ഇതിന്റെ ഈ സെറ്റിലേക്ക് വരുമ്പോ നമുക്കൊരു 22 ഒക്കെ ഫൈനൽ പ്രൈസിലേക്ക് നമുക്ക് തേക്കിൽ തന്നെ. ഇതും പക്ക പഴയ മോഡലല്ല, ഈ സൈഡൊക്കെ ഒരു ന്യൂ ട്രെൻഡ് ആണ്, പുതിയൊരു മോഡലാണ്. ഇത് നമുക്കൊരു 22 ആ റേഞ്ചിനൊക്കെ, അതിലും ചെറിയ രീതിയിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമുക്ക് ഇവിടുത്തെ ഫൈനൽ പ്രൈസ് ആണ് 22. നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ളതാണിത്. ഇതിലേക്ക് വരുമ്പോ നമുക്കൊരു 25ലേക്ക് മാറും. ഇത് ഇത്തിരി CNC കട്ടിങ്ങും ഇതൊക്കെ വരുന്നോണ്ട് ക്വാളിറ്റി നമ്മള് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു സോഫയാണ്. നമുക്കൊരു 25 പ്രൈസ് ഒക്കെയാണ് ഇതിന് വരുന്നത്. 25. അത് കളർ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. നമ്മള് നമ്മുടെ ഇവിടെ റെഡിയിൽ വേണ്ട ആൾക്കാർക്ക് പണിതിട്ടാണ്. ടൈമുള്ളവർക്ക് ടൈലിന്റെ കളറോ എങ്ങനെ വേണേൽ ചെയ്ത് കൊടുക്കാം. എല്ലാം ഏത് കസ്റ്റമർക്കും സെയിൽ ചെയ്യാൻ വേണ്ടിട്ട് ഈ ഒരു സിംഗിൾ നമുക്ക് ഇതിന്റെ ഇടയിലേക്ക് എവിടേക്ക് വേണമെങ്കിൽ, ഇവിടെയാണ് 3 ആൾക്ക് ഇരിക്കാനുള്ള അവരുടെ സ്പേസ് എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. മനസ്സിലായോ? ഇതിപ്പോ ഇവിടേക്ക് 3 സീറ്റായി, ഇവിടേക്ക് 2 സീറ്റായി. അത് ഏതൊരു സൈഡിലേക്കും 3ഉം 2ഉം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. കോർണറൊക്കെ ഞങ്ങൾ അങ്ങനെയാണ് അധികം ചെയ്യുക. അപ്പൊ ഏത് കസ്റ്റമർക്കും ഇത് സെയിൽ ചെയ്യാലോ. അതുകൊണ്ട് ഫുള്ള് തേക്കിന്റെ പലകയാണ്. ഫുള്ള് തേക്കിന്റെ പലക. ബെഡ് നമുക്ക് 16 സംതിങ് MRP വരും. നമുക്കൊരു 20% ആണ് ഡിസ്കൗണ്ട്. 20% MRP ഫ്ലാറ്റ് കൊടുക്കാം. അപ്പൊ ഒരു 16 ഒരു 13,000 സംതിങ് ആളം കുറയും. 13 ചില്ലറയാണ് ഈ കിടക്കയ്ക്ക് വരിക. 2 പില്ലോ ഉണ്ടാവും, ബെഡ്ഷീറ്റ് ഉണ്ടാവും. ഇത് ക്യൂനാണ്, കിങ് അല്ല ക്യൂൻ. ഇത് കിങ് വരുമ്പോ 34 ആ റേഞ്ചിലേക്കൊക്കെ വരും. കിങ് വരും. ഈ വർക്ക് വന്നുകൊണ്ടാണ് എക്സ്പെൻസീവ് ആവണേ. ഇത് ഓരോ കട്ടയും ഇതില് എംബോസ് ചെയ്ത് നല്ല വർക്ക് പണിക്കൂലി വരുന്നതാ. ഇതൊരു നോർമൽ, ഇത് തേക്കൊന്നല്ല, നോർമൽ ഒരു കട്ടില്. നമുക്കൊരു ഇവിടെ കടയില് 18 ഒക്കെയാണ് പറയുന്നത്. നമുക്ക് 16,500 വരെ ഓഫർ ഫൈനൽ പ്രൈസിലൊക്കെ ഇത് കൊടുക്കാം. ബോക്സ് ആണ്, ഡ്രോ ഒന്നുമില്ല. ഒരു ബോക്സ് കട്ടില്. ഇതില് പ്ലൈവുഡ് ആണ് വരുന്നത്. ഇത് കിങ് ആണ്. ഇത് പിരമിഡ് മോഡല്. പിരമിഡ് പോലെയാണ് മരത്തിനെ അങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതും കിങ് ആണ്. നമുക്ക് ഈ കട്ടിലൊക്കെ ഒരു 30,000 കിങ്ങിന് വരും. 30,000 ഫുള്ള് തേക്ക്. പലക എല്ലാം തേക്ക്. ഇതിന്റെ പലയൊക്കെ തേക്കിന്റെ പലക. അത്യാവശ്യം നല്ല 3.5 നൂല് കനത്തില് ചെയ്തിട്ടുള്ളതാണ്. അല്ല, ഇത് സെപ്പറേറ്റ് ആണ്. ഇത് നമുക്കൊരു 50 ഷെയ്ഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് വരുന്നത്. നമുക്കൊരു അല്ല, ഇത് നമുക്ക് MRP ഒരു 40% ഒക്കെ മൈനസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് അതിന്റെ MRP ഒരു 20 സംതിങ് ആണ് വരുന്നത്. 27,936 ആണ്. അതിൽ നിന്ന് നമുക്കൊരു 40% ഡിസ്കൗണ്ട് കൊടുക്കാം. വിത്ത് 2 പില്ലോ ഫ്രീ ഉണ്ടായിരിക്കും. 6 ഇഞ്ച് കനം മെഡിക്കേറ്റഡ് ആണിത്. കൊഴിഞ്ഞു പോവാത്തൊരു ടൈപ്പാണ്. തണ്ടൽ വേനക്കാർക്ക് ഹാർഡിൽ കിടക്കണമെങ്കിൽ ഇതിപ്പുറം ഇതിന്റെ ഈ ഭാഗത്ത് കിടക്കാം. 2 ഭാഗത്തും കിൽറ്റിംഗ് ഉള്ളതാണ്. ഈ ഡൈനിങ് സെറ്റ് ഫുള്ള് തേക്ക്.
നമുക്ക് ടേബിൾ വിത്ത് ഗ്ലാസ് വിത്ത് 6 ചെയർ ഇതെല്ലാം അടക്കം നമുക്ക് 36,000 രൂപ. 36,000 എന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം അത് കസ്റ്റമർ വരുമ്പോൾ നമുക്ക് മാക്സിമം ചെയ്യാനുള്ളത് ചെയ്യാം. അല്ല, ഗ്ലാസ് ഇൻക്ലൂഡ്, കൂളിങ്ങോ പ്ലെയിനോ. ഗ്ലാസ് അടക്കം ഈ ഒരു ക്വാളിറ്റി ചെയർ അടക്കം 36,000 രൂപ ഈ ഒരു ഡൈനിങ് സെറ്റിന് തന്നെ. ഇതിന്റെ കാലിന്റെ കനം കണ്ടോ, 4.5 4.5 കാലാണ്. ഫുൾ അത്രയും സൂപ്പർ ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ളതാണ്. ഇത് 6.3 സൈസ്. വേണമെങ്കിൽ 3 വേണമെങ്കിൽ 8 ആൾക്ക് ഇരിക്കാം. ഈ എൻഡിൽ ഓരോരുത്തർക്ക് ഇരിക്കാം. ഇത് നമുക്ക് 6.3 തേക്കിന്റെ ടേബിള്. ഇത് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ്. ഇത് നമുക്ക് നമ്മള് വേറെ പുറത്തുനിന്ന് എടുക്കുന്നതാണ്. ഇതിന് മാത്രമേ നമുക്ക് 10,000 എക്സ്പെൻസ് വരും, പ്ലസ് വുഡിന്റെ കാശും. അങ്ങനെ വരുമ്പോ ഈ ടേബിള് നമുക്കൊരു 22-26 റേഞ്ചിലേക്ക് ടേബിള് വിത്ത് ഇതടക്കം മാറും. 6.3 ഷീറ്റാണ്. നമുക്കൊരു 24 ഒക്കെ ഫൈനൽ വരും ഈ ടേബിള്. 22 അല്ല, 6.3 24 വരും. 22 ആണെങ്കിൽ 6.3 ആണെങ്കിൽ 22 വരല്ലോ. 6.3 ചെയർ എക്സ്ട്രാ. ചെയർ ഇത് ഒരു ചെയറിന് 2,500 രൂപ, 15ഉം ഇതടക്കം വരുമ്പോ ഒരു 39 ആ റേഞ്ചാണ് വരിക. ഇതില് വരുമ്പോ നമുക്ക് 36,000 രൂപയാണ് വരുന്നത്. അതില് നമുക്ക് എങ്ങനെയാന്ന് വെച്ചാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിലും ചെറിയ ഡിസ്കൗണ്ട് ഇവിടെ ഉണ്ടായിരിക്കും. നമ്മള് തീരെ ക്വാളിറ്റി മെയിൻ്റെനൻസ് ചെയ്യുമ്പോ ഉള്ള ഒരു പ്രൈസ് ആണ് പറയണേ. ക്വാളിറ്റിയില് ചെയ്യുമ്പോ അതിന് ഡിപ്പോ തേക്കില് ചെയ്യുമ്പോ ഇതിന് പൈസ കൂടും. ഇത് നാടൻ തേക്കിൽ തന്നെ മാക്സിമം വെള്ളം കുറവാക്കിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. പ്ലെയിൻ ഗ്ലാസ് ആണെങ്കിൽ പ്രൈസിലൊന്നും മാറ്റില്ല, സെയിം പ്രൈസ്. ഇത് കൂളിംഗ് ആണ് എല്ലാവരും ഇപ്പോ ചൂസ് ചെയ്യണത്. അടിയിൽ മാറാലൊന്നും അറിയില്ല, സ്ക്രാച്ച് പെട്ടെന്ന് എടുത്ത് കാണിക്കില്ല, അങ്ങനെയുള്ള കൂളിംഗിലാണ് നല്ലത്. ഇത് സിറ്റ് ഔട്ട് ചെയർ ആണ്. അത്യാവശ്യം സൈസ് ഉള്ളവർക്കൊക്കെ ഇരിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ഇത് അക്കേഷ്യ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫൈനൽ പ്രൈസ് 4,500 രൂപ വരും ഒരു ചെയർ. നമുക്ക് ഈ ചെയറിലേക്ക് പോവാണെങ്കിൽ ഇത് തേക്കാണ്. ഇത് 5,000 രൂപ വരും ഈ ഒരു ചെയർ. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡി ചെയറാണ് ഇത് പലരും ഡൈനിങ്ങിലേക്കും സിറ്റ് ഔട്ടിലേക്കും യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു ചെയർ. ഇത് തേക്കിൽ വരുമ്പോ നമുക്ക് 3,500. നമുക്ക് ഇത്തിരി അക്കേഷ്യാണ് പിന്നെ വലിയ കുഴപ്പമില്ലാത്തൊരു മരം. അതാണെങ്കിൽ നമുക്ക് 3,000-നൊക്കെ ഫൈനൽ റേറ്റ് ഈ ചെയർ. തേക്കിനാണ് നല്ലത്. ഇതൊക്കെ ആകുമ്പോ ഒരു 6,500 സിറ്റ് ഔട്ട് ചെയറാണ്. നല്ല ഹെവി ചെയറാണ്. പിന്നെ ഈ ഒരു മോഡല്, ഇതൊരു പുതിയൊരു മോഡലാണ്, നമ്മൾ ചെയ്തതാണ്. ഇത് നമുക്കൊരു 5,500 സിറ്റ് ഔട്ട് ചെയറില് ആ ഒരു കൺസെപ്റ്റ് ആണ് സിറ്റ് ഔട്ടിലേക്ക് ഇടാൻ വേണ്ടിട്ട്. ഇതും സിറ്റ് ഔട്ട് ചെയർ തന്നെ. ഇത് നമ്മളെ അക്കേഷ്യ മരത്തിലൊന്ന് പെയിന്റ് അടിച്ചതാണ്. ഒരു വെറൈറ്റി, എല്ലാം മരത്തിന്റെ ഒരു കളറിൽ നിന്ന് ഒരു മാറ്റം വേണ്ട വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കിയതാ. ഇത് നമുക്കൊരു 4,500 രൂപ പെയിന്റ് അടിച്ചുകൊണ്ട് വരും. നോർമലി ഒരു 4,000 ഒക്കെ ഉള്ളു അക്കേഷ്യയില്. തേക്കാണെങ്കിൽ ഒരു 500 രൂപ വ്യത്യാസം ഈ ചെയർന്ന് വരണല്ലോ. നമുക്ക് മരം മാറുമ്പോ പണിക്കൂലിയിലോ ഇതിലോ മാറ്റമില്ല, ബാക്കി എല്ലാ എക്സ്പെൻസും ഈക്വൽ ആണ്. മരത്തിന്റെ പൈസ മാത്രമാണ് കുറയുന്നുള്ളൂ, ബാക്കി എല്ലാം ചെലവും ഏത് മരമായാലും ഈക്വൽ ആണ്. പിന്നെ ഇത് റൗണ്ട് ടീപ്പോയികള്, ഇതൊക്കെ ഒരു 3,500 4,000 അങ്ങനെ പറഞ്ഞൊരു കോർണറിലൊക്കെ ആൾക്കാർക്ക് ഇടാൻ ഇങ്ങനെ ചോദിച്ചു വരാറുണ്ട്. അങ്ങനെ ഒരു 3-4 ടൈപ്പിൽ പറഞ്ഞു വെച്ചാ. ഇത് നമ്മുടെ പഴയ കാലത്തെ എല്ലാ വീട്ടിലും ഉണ്ടാവുന്ന ഒരു ചെയറാണ്. ഇപ്പൊ ആൾക്കാര് ഇത് ചോദിച്ചു വന്നു തുടങ്ങി. ഇത് ആൾക്കാർ നന്നായി ചോദിച്ചു വരുന്നുണ്ട് ഈ ഒരു സംഭവം. ഇത് നമുക്കൊരു തേക്കില് ചെയ്യാൻ പറ്റുന്ന ഈ തേക്ക് വരുമ്പോ നമ്മുടെ പ്രൈസ് 12 ഒക്കെയാണ്. അത് നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്യാം. ഇതിന് ഇത്തിരി എക്സ്പെൻസ് വരുന്നുണ്ട് പണിയാൻ. ബെൽറ്റും ഇതൊക്കെ നല്ല ക്വാളിറ്റി ബെൽറ്റ് ആണ്. ഇത് നമ്മള് സിറ്റ് ഔട്ട് ചെയർ തേക്കിലാണ്. തേക്കില് നമുക്കൊരു 8,500 ഒക്കെ വരുന്ന ഈ ഒരു മോഡല്. ബെഞ്ച് 8,500 തൊട്ട് 12,000 വരെയുണ്ട് പല മോഡൽ അനുസരിച്ച്. പിന്നെ അക്കേഷ്യയിലാണെങ്കിൽ 6,500 6,000 ആ റേഞ്ചിനൊക്കെ ബെഞ്ചുകളുണ്ട് അക്കേഷ്യയില്. ഇതൊക്കെ ഒരു 10-15 കൊല്ലൊക്കെ എന്തായാലും ഓടും. 50 കൊല്ലത്തെ ഒരു കൺസെപ്റ്റ് അല്ല, 15-20 കൊല്ലം എന്തായാലും ഓടും.
അതെന്ന് വെച്ചാൽ 100% കാതലാണെങ്കിലാണ് നമുക്ക് 50 കൊല്ലത്തെ ഒരു പറയാൻ പറ്റുക. ഇതിൽ ഇത്തിരിച്ച വെള്ളം ഉണ്ടാവും. അത് 15-20 കൊല്ലൊക്കെ ആകുമ്പോൾ ചിലപ്പോ കുത്തും, ചിലപ്പോ കുത്തില്ല. അത് സത്യാന്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ് കേട്ടോ. അത്യാവശ്യം ചെറിയ ഫാമിലികൾക്കൊക്കെ ബഡ്ജറ്റിൽ ഒതുങ്ങിയിട്ടുള്ള ഒരു വാർഡ്രോബ്, അതിന്റെ തന്നെ ആ മെറ്റീരിയൽ തന്നെയുള്ള ഡ്രസ്സിംഗ് ടേബിള്. പിന്നെ ഇത് തേക്കിലാണ് വരുന്നത്. തേക്കിന്റെ 5 ഫീറ്റിലുള്ള വാർഡ്രോബ്. ഇതില് 2 ഡ്രോ ഉണ്ട്. ഇതിലെ ഉള്ളിലൊരു സീക്രട്ട് ബോക്സ് ഒക്കെ ഉണ്ട് ഇതിന്റെ. ഗോൾഡ് ലോക്കർ. ഇതില് നമുക്ക് ഗോൾഡ് അത്യാവശ്യം സീക്രട്ട് ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാം. ചെയറിന്റെ പറയാം. ചോർന്നിട്ട് വരും. ഈ ചെയറ് ഇത് തേക്കിന്റെ ചെയറാണ്. നമുക്ക് 2800 രൂപയാണ് പ്രൈസ് വരുന്നത്. കുഷ്യൻ ടൈപ്പ്. ഇത് നമുക്ക് മാക്സിമം ചെറിയ രീതിയിലൊക്കെ ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല ക്വാളിറ്റിയിൽ ചെയ്തുകൊണ്ട് വലിയൊരു ഡിസ്കൗണ്ട് ഇതുമേ ചെയ്യാൻ പറ്റില്ല. അത് വെള്ള അതൊക്കെ ഏത് കളർ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഇതൊരു ബെൻഡ്. ഈ സൈഡ് കണ്ടോ, ഇത് ബെൻഡ് ചെയർ എന്ന് പറയും. ഇത് ഇരിക്കാൻ ഭയങ്കര തണ്ടലേക്ക് സപ്പോർട്ടുള്ള ഒരു ചെയറാണ്. ഇത് നമ്മളിവിടെ ഒരു ചെയറിന് 3000 രൂപയ്ക്കാണ് പ്രൈസ്. അത് നമ്മൾ ഡൈനിങ് ടേബിൾ ഒക്കെ എടുക്കുമ്പോൾ മാക്സിമം ഡിസ്കൗണ്ട് എങ്ങനെയാ ചെയ്യും. ഇത് ഫുൾ പലക. കുറെ ആൾക്കാര് അങ്ങനെ ഒരു കൺസെപ്റ്റില് ചോദിച്ചു വരുന്നുണ്ട്. കുഷ്യൻ കറി പോവാ അങ്ങനെയൊക്കെ ഒരു ഇതാകുമ്പോ നമുക്ക് കറികളൊക്കെ പോയാൽ തുറച്ചെടുക്കാം. ഈ ചെയർ നമുക്ക് തേക്കിൽ ഏറ്റവും കൂടെ നമ്മള് 2500 രൂപയ്ക്കാണ് ഈ തേക്കിന്റെ ഈ ചെയർ നമുക്ക് ഫൈനല് പ്രൈസിൽ വിൽക്കുന്നത്. പിന്നെ ഇതൊരു മോഡല് ബിസ്ക്കറ്റ് ചെയർ. ബിസ്ക്കറ്റ് ചെയർ എന്നാണ് പറയാ. ബിസ്ക്കറ്റിന്റെ ഡിസൈൻ. ഇതൊക്കെ നമുക്കൊരു 2600 ആ പ്രൈസാണ് ഇവിടെ നമ്മള് ചെയ്യണത്. ഇത് MDF-ലാണ് വരുന്നത്. സൈഡ് ബോക്സ് MDF. ഇത് നമുക്ക് 3000 രൂപയാണ് ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ടിങ്. പിന്നെ ഇതിന്റെ ലോക്കൽ ഒരെണ്ണം, ഇതിന്റെ ലോക്കൽ മെറ്റീരിയൽ 1500 1200 ഉണ്ട്. പാർട്ടിക്കൽ ബോർഡ് ഈ ബോർഡിന്റെ. ഇത് ഇത്തിരി കൂടി ക്വാളിറ്റി ഫിനിഷിങ് നമ്മൾ ഇത് പോളിഷ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു പ്രൈസ് 3000 രൂപ വരും. ഇത് നമ്മള് അല്ല, ഇത് MDF. ഇത് തേക്കിലിന്റെ ദിവാൻ കോട്ടാണ്. നമുക്ക് ഇതൊരു നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് 15,000 ആണ്. അതിൽ നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. വിത്ത് 10 കിലോമീറ്റർ ഫ്രീ ഡെലിവറി. ദിവാങ്കോട്ടിൽ നിന്നും മാർജിയിലെ 10 കിലോമീറ്റർ ഫ്രീ ഡെലിവറി. നമുക്ക് ടോട്ടൽ പർച്ചേസ് ആകുമ്പോഴാണ് ഡെലിവറി മാക്സിമം കൊടുക്കാം. പിന്നെ ഇതൊരു മോഡല്. ഇത് 1000 രൂപ അതിനെ വിട്ട് കുറവ് 14,000. ഇതൊരു പില്ലോ അടക്കാം. ഇതൊക്കെ പുതിയ ഓരോ ടൈപ്പ് മോഡലുകളാണ്. പിന്നെ വരുന്നത് ഇത് ഹാഫാണ്. ഹാഫിലാണ് ചാരല്ലോ. ഇത് നമുക്ക് 13,000 വരും. അതിനേക്കാൾ ഒരു 1000 രൂപയുടെ വ്യത്യാസം. പിന്നെ ഇത് നോർമൽ ദിവാൻ. ഇത് നല്ല ക്വാളിറ്റിയിലുള്ള ദിവാനാണ്. ഇതിനെല്ലാത്തിനും നമുക്ക് എക്സ്ട്രാ ഒരു ബേസ് അടക്കിട്ട് ചെയ്തിട്ടുള്ളതാണ്. സാധാരണ ദിവാൻ ഈ ഒരു പീസ് ഉണ്ടാവുള്ളൂ. ഇത് നമുക്ക് ചുറ്റും ഈ പീസ് വരും. ഇത് നമുക്ക് 9,000 ആണ് ഫൈനൽ പ്രൈസ് വരിക. ഇതിലും കുറഞ്ഞത് ഉണ്ട്. അപ്പൊ ആ ബേസ് ഉണ്ടാവില്ല. അതിന് നമുക്കൊരു 7,500 രൂപയൊക്കെ വരുള്ളൂ തേക്കില്. നമുക്ക് ഇതാണെങ്കിൽ നമുക്കൊരു 13 ഈ സെയിം പ്രൈസ് തന്നെ. ഇതാവുമ്പോ ഇങ്ങനെ അടിയിലേക്ക് വളവ്, അതിന് നമുക്ക് മുകളിലേക്കാണ് വളവ്. പിന്നെ ഇതൊരു 10,000. ചാരില്ല. ഇങ്ങനെ ഇവിടേക്ക് മേലെ അവിടേക്ക് അടിവളവ്. ഓക്കെ. അപ്പോ ഇന്നത്തെ ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്.
അപ്പോൾ പുള്ളിയുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ഷോപ്പ് ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ.